ഹായ്, കെ പി സ്വാത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. പുതിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ഡിജിറ്റൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഡിജിറ്റൽ നെറ്റ്വർക്കിന് ഒരുപാട് സാധ്യതകളുണ്ട്, അനന്തമായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും അവയ്ക്കുണ്ട്. ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ടെക്നിക്കലി നമ്മളത് പറയുമ്പോൾ അറ്റൻഷൻ സ്പാൻ, ശ്രദ്ധിച്ചിരിക്കാനുള്ള കഴിവിനെ നന്നായിട്ട് കുറയ്ക്കുന്നു എന്നുള്ളത്. ഇത് ഏറ്റവും അധികം എക്സ്പീരിയൻസ് ചെയ്യുക കുട്ടികളിലാണ്. കുട്ടികൾക്കൊരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അവർക്ക്. പഠനങ്ങൾ പറയുന്നത് മാക്സിമം 7 മിനിറ്റ് മാത്രമേ അവർക്ക് ഒരേ കാര്യത്തിൽ ഒരേ സമയം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അവരുടെ ശ്രദ്ധ തെന്നിപ്പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമതയെ കുറയ്ക്കും. പ്രവർത്തനക്ഷമതയെ കുറയ്ക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് ഓർമ്മ കുറയുന്നു എന്നുള്ളത്. അതായത് മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. ചിലരെങ്കിലും ഇതിനെ ന്യായീകരിക്കാറുണ്ട്. മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡാറ്റ സ്റ്റോർ ചെയ്തു വെക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് അഥവാ അതിൻ്റെ യന്ത്രസഹായം നമുക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ ആ ഒരു കാഴ്ചപ്പാടോട് പൂർണ്ണമായും യോജിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രധാനമായും മെമ്മറിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓൾറെഡി ഉള്ള ഇൻഫർമേഷനെ ഒന്ന് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നം എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള കാരണം എന്താണ് നമ്മൾ കണ്ടെത്തും. ആ കാരണം നമ്മൾ അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അത് ഫിക്സ് ചെയ്യുക. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ വീഡിയോ പെട്ടെന്ന് സ്റ്റക്കായി എന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് അറിയോ, ആ ഫോണിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആ ഡിജിറ്റൽ സ്ക്രീനിൽ ഒരു പ്ലേ പോസ് ബട്ടൺ ഓരോ തവണ ഒന്ന് ഞെക്കി നോക്കും. അതിനുശേഷം അത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ ഓണല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓണല്ലേ എന്ന് നമ്മളൊന്ന് നോക്കും. എന്നിട്ടും ശരിയാവുന്നില്ല എങ്കിൽ നമ്മൾ ഈ ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. ഇത് സാധാരണ ആളുകൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് വീഡിയോ സ്റ്റക്കായ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അത് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് സമാനമായൊരു പ്രശ്നമുണ്ടായപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്തത് എന്ന് നമ്മുടെ തലച്ചോറ് മെമ്മറിയിലൊന്ന് തിരഞ്ഞു നോക്കും. എന്നിട്ട് നമ്മൾ ആ പുതിയ സാഹചര്യവുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് നോക്കും. കണക്ട് ചെയ്ത ശേഷമാണ് സൊല്യൂഷനിലേക്ക് പോകുന്നത്. അപ്പോൾ മെമ്മറി എന്ന് പറയുന്നത്, മെമ്മറിയെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ട്രെയിൻ ചെയ്യാവുന്ന അഥവാ നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഇത്തവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് നമ്മൾ മൈൻഡ് മാപ്പിംഗ് എന്നാണ് പറയുക. ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർത്തു വയ്ക്കുന്നു. ആ പ്രധാനപ്പെട്ട കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങളെ ഓർത്തു വയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ മെമ്മറൈസ് ചെയ്യുന്നൊരു മെത്തേഡാണ് യഥാർത്ഥത്തിൽ മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. മൈൻഡ് മാപ്പിങ്ങിൽ ഒരു സെൻട്രൽ ഇവൻ്റ് ഉണ്ട്. ആ സെൻട്രൽ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മെമ്മറി ചാനലുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അതായത് അതിനെ ബേസ് ചെയ്ത് ബാക്കി കഥകൾ ഡെവലപ്പ് ചെയ്യുക. ഇതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത്തേത്, ഹിരോഷിമ നാഗസാക്കി ബോംബാക്രമണം ഉണ്ടായത് 1945-ലാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947-ലാണ്. മൂന്നാമതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്നു, മഹാത്മാഗാന്ധി അന്തരിച്ചത് 1948-ലാണ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളെ മെമ്മറി മാപ്പിംഗ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണോ ഒന്ന് പഠിച്ചെടുക്കുക. മെമ്മറി മാപ്പിങ്ങിൽ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഇവൻറ്റ് വേണം. അപ്പോൾ സെൻട്രൽ ആയിട്ടുള്ള ഇവൻ്റ് എന്ന് പറയുന്നത്, ഞാൻ എടുക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സംഭവമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947-ലാണ്. അതിൽ യാതൊരു സംശയവുമില്ല, യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ആ ഒരു ഇവൻറ്റിനെ ഞാൻ സെൻട്രൽ ഇവൻ്റായിട്ട് എടുക്കുന്നു. രണ്ടാമത്തേത്, ഹിരോഷിമ നാഗസാക്കി ആക്രമണം അതിൻ്റെ തൊട്ട് മുമ്പാണ്, കുറച്ചു കാലം മുമ്പ്. ആ കുറച്ചു കാലം മുമ്പ് എന്ന ഒരൊറ്റ മെമ്മറി ചാനൽ അവിടെ ക്രിയേറ്റ് ചെയ്തു. കുറച്ചു കാലം മുമ്പ് എന്ന ചാനൽ ഈ 2 ഇവൻറ്റുകളെ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 2 ഇവൻറ്റുകളും ഉണ്ടായത് 1945-ലാണ്. കാരണം 1947 കുറച്ചു കാലം മുമ്പാണ് 1945 എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. മൂന്നാമത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്, ഗാന്ധിജി അന്തരിച്ചത് 1948-ലാണ്. 1948 എന്ന് പറയുന്നത് 47-ന് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കുറച്ചു കാലത്തിന് ശേഷമാണ് മഹാത്മാഗാന്ധി മരിച്ചത്. അപ്പോൾ ആ ഒരു ലിങ്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ 1948 ഗാന്ധിജി മരിച്ചു എന്ന ഒരു സംഭവം നമ്മൾ ഓർത്തു വയ്ക്കുന്നു. ഇങ്ങനെ ഒരു സെൻട്രൽ ഇവൻ്റ് ഉണ്ടാക്കിയെടുക്കുക. ആ സെൻട്രൽ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് കഥകൾ ഡെവലപ്പ് ചെയ്യുക. ഈ രീതിയിൽ കാര്യങ്ങളെ ഓർത്തു വയ്ക്കുന്നതാണ്
മെമ്മറി മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇൻ്റർലിങ്ക് ചെയ്ത് കാര്യങ്ങളെ ഓർത്ത് വെച്ചാൽ നമ്മുടെ ജോലി കുറേയും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രോട്ടോക്കോളുകൾ, നമ്മുടെ ജോലിയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്കില്ലുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ, ഇങ്ങനെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്താൽ കുറേ കൂടി എളുപ്പമാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വളരെയധികം ബൂസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു മെത്തേഡാണ് ഇത്തവണ നമ്മൾ അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.